ആദ്യം അപ്പൂസിന് വിലയില്ല, പട്ടിയുടെ വിലയില്ല, അപ്പു പറഞ്ഞ വാക്കിന് വിലയില്ല. രണ്ടാളും കൂടി എന്നെ കളിയാക്കി. നിന്റെ നിവ്യത അപ്പി അത് കോരെ ആൾക്കാർ നിവ്യത നീ അപ്പിട്ടത് ഉണ്ടാണ് വെണ്ണില ചന്ദനക്കിണ്ണം, വെണ്ണില സൂര്യന്റെ കിണ്ണം, വീണു കുളിച്ചു. അത് കറക്റ്റാ അല്ലേ? എത്ര വട്ടം ഇതേപോലെ ഭൂമി തിരിഞ്ഞു കാണും, എത്ര രാവുകൾ, എത്ര പകലുകൾ, എത്ര ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്. മനുഷ്യനിലുണ്ടായ മാറ്റങ്ങൾ, മൃഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, കാലത്തിലും കാറ്റിലും മണ്ണിലും പൂവിലും കല്ലിലും പുഴുവിലും ജീവജാലങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ, വെള്ളത്തിലും അതിലെ മാലിന്യങ്ങൾക്കും ഉണ്ടായ മാറ്റങ്ങൾ, ഈ ലോകത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? വെള്ളത്തിൽ മുക്കി അങ്ങോട്ട് പോയി. നിങ്ങൾ അറിയുന്നുണ്ടോ ഞങ്ങളോട്? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കണം. അപ്പൊ ഞങ്ങള് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ചിമ്പ് ഞങ്ങള് പോകുന്ന ഒരു സങ്കടത്തിലാണ്. അതിനെ കൊണ്ടുപോകണില്ല, ആ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുന്നില്ല. ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ ചിമ്പിനെ അറിയാം നമ്മളെവിടെ പോവാന്ന് ചങ്കടത്തിലിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. എവിടേക്ക് പോണേന് തമ്പ് കണ്ടപ്പോ മനസ്സിലായില്ല, സസ്പെൻസ് പൊളിഞ്ഞുണ്ടാവും. കന്യാകുമാരിയിലേക്കാണ് പോണത്. പഠിക്കുമ്പോ ബുക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വിവേകാനന്ദ പാള, കന്യാകുമാരി ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ യാത്രകളാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ഒക്കെ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാ പേജ് പുതിയതായി തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് ഫോളോ ചെയ്യാൻ. താടിയും പൊട്ടും ഒഫീഷ്യൽ പേജ് ഉണ്ട്, താടിയും പൊട്ടും ഉണ്ട്, എല്ലാം നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ടാബിൽ വെക്കാറുണ്ട്. അപ്പൊ മറക്കാതെ വാട്സപ്പ് ചാനലിൽ നമ്മളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ്, പുതിയ വീഡിയോസ് ഒക്കെ കാണാം. എല്ലാത്തിന്റെ ലിങ്കുകൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണിക്കാം അല്ലേ? അപ്പൊ നമ്മുടെ അപ്പൂസ് ആദിസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. ആദിസ് ആദ്യമായിട്ടാണ് ആ ഗിഫ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. അടിച്ചിന് ഹായ്, അടിച്ചിന് വാച്ച്, ഹായ് വാച്ച്, അടിച്ചിന് വാച്ച്. ഗുഡ് ബൈ, ഹായ്. അടിച്ച് എന്റെതല്ല അടിച്ചിന്റെ ബാഗ് അടിച്ച് പോവാനോ? ഒരു വയസ്സുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മള് അവരുടെ മേത്തൊന്നും ഇടാണ്ട് കൊണ്ട് നടക്കും നമ്മൾ ഇട്ടിട്ട്. പക്ഷെ ഒരു വയസ്സുള്ള കുട്ടികളൊക്കെ കുറെ ചാനലില് അവരെ വാട്ടർ ബോട്ടിലും അവരുടെ സ്നാക്സും ഒക്കെ അവരുടെ ബാഗിന്റെ എല്ലാം ഇട്ടിട്ട് അവർക്ക് തന്നെ അത് ഇട്ട് കൊടുക്കുമ്പോൾ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് അവരെ 2 ടോയും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കും അങ്ങനെ ഇട്ട് അവർക്ക് ഹാപ്പി ആവില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരത് തുറക്കും അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിപ്പോ എന്തായാലും 2 വയസ്സ് കഴിഞ്ഞ് നമ്മളൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ഞങ്ങൾ വിചാരിച്ച അവൻ വലിച്ചെറിയുന്നതാണ്. അപ്പൂസ് പാലിണ്ടാവില്ല. അപ്പൂന്റെ ചെറുപ്പം കാറ് ബാഗായിരുന്നു, കാറ് പോലത്തെ ബാഗ്. അപ്പൊ ഇങ്ങനെ നോക്കി കണ്ടപ്പോഴേക്ക് മനസ്സിലായി ആ വാച്ച് കെട്ടുമ്പോഴും ബാഗ് ഇടുമ്പോഴൊക്കെ അവന്റെ കണ്ണിൽ അവന്റെ ചെറുപ്പം നല്ലത് ഓർമ്മയുണ്ടാവും. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിത് യാത്ര തുടങ്ങിട്ടാ.
ഇങ്ങനെ പോയോണ്ടിരിക്കുക. നേരത്തെ ഒക്കെ പോകുന്ന വെച്ച് നടന്നില്ല, നമ്മളൊക്കെ ഏകദേശം ഉച്ച തന്നെ. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വാച്ച് കെട്ടി ചേട്ടൻ ചെയ്തു കൊടുത്തു, ബാഗ് ഇട്ടു അല്ല അപ്പൊ സാർ. പിന്നെയോ ആദ്യമായിട്ട് ബാക്ക് സീറ്റില് ചേട്ടന്റെ കൂടെ ഇരിക്കുന്നു കൊറേ നേരമായിട്ട്. എത്ര നേരം വർത്താനം പറയാട്ടാ. വെച്ചത് ട്രാഫിക്കിലാണ്, 3 മണിക്കൂറുള്ളൂ. പിന്നെന്താ പറയാ, ഞങ്ങള് കാലത്തെ മറ്റേ സൂര്യോദയൊക്കെ കാണുന്ന ഉറങ്ങിയപ്പോ 4:30 ഇപ്പൊ കിടച്ചൊക്കെ കിടന്ന. ഇവിടെ സൂര്യോദയ ആവാറായിട്ട് ഞങ്ങള് കിടന്ന. ആദ്യം വർത്താനം പറയായിരുന്നു അച്ഛൻ. അത് അപ്പോഴാണ് ഞാൻ വേഗം ക്യാമറ ക്ലിക്കാകാന്ന് വിചാരിച്ചു. കണ്ട അടിച്ച് ഹായ് നോഞ്ഞ ഹായ് 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 ചേട്ടന്റെ കൂടെ ഇച്ചാണോ ചേച്ചാ ചേച്ചാ ചേച്ചാന്ന് പറഞ്ഞ് ഇരിക്കുക. എന്തൊക്കെയോ വർത്താനം ഇവിടെ. അപ്പൊ ഞങ്ങളിവിടെ പാട്ട് വെച്ചിക്കണോണ്ട് കോപ്പിറൈറ്റ് കിട്ടില്ലേ. അപ്പൊ ഞാൻ ഓക്കെ അതൊന്നും മ്യൂട്ട് ചെയ്തറ, ഞാൻ എടുക്കട്ടെ. ആ ഒരു കമ്പനി ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അടിച്ചേ ഹായ് ഗൈസ്. അപ്പൊ ഞങ്ങളൊരു എവിടെ എത്തിയാ കംപ്ലീറ്റ് തമിഴ് പാട്ടൊക്കെയാണ് കാണുന്നത്. എന്തായാലും കൊല്ലത്തിന്റെ പേര് മനസ്സിലാവുള്ളത് ഏത് സ്ഥലം എന്നുള്ളത് തമിഴ്നാട് എത്തിയിട്ടുണ്ട്. തമിഴും മലയാളവും കാണുന്നത്. എന്തിനാവാ. അപ്പൊ എന്തായാലും ഞങ്ങള് മസാല കഴിക്കാൻ ഇറങ്ങിയതായി. റെസ്റ്റോറന്റിൽ ഉണ്ടോന്ന് അറിയില്ല. ഒരു ചെറിയ ഹോട്ടലാണ് കേട്ടാ, വലിയ ഹോട്ടലൊന്നല്ല, ചെറിയ ഹോട്ടല്. അതെ, അടിക്കുത്തൻ. ആദ്യയുടെ തലയില് 2 ചുഴിയുണ്ട്. അപ്പൊ പൊന്നു പറയാ, അപ്പൂസിനും ഉണ്ട്. അപ്പൊ പൊന്നു പറയാ 2 ചുഴിയുണ്ട്, 2 കെട്ടുന്നു, 2 പെണ്ണ് കെട്ടുന്ന പറഞ്ഞപ്പോ അപ്പൂ ഇതിങ്ങനെ അപ്പൂന്റെ മൊത്തം നാണം നോക്ക്. 2 കെട്ടുന്ന പറഞ്ഞപ്പോ സന്തോഷായി. വെരി വെരി ഫാസ്റ്റ്. പറഞ്ഞ വശം കൊണ്ടുവന്നു സാധനം. മസാല മഞ്ഞ മസാല അല്ല, അതെ മഞ്ഞ കളർ മസാല അല്ല, കുറച്ചും കൂടി മയൊരു അറിയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ ടേസ്റ്റ്. കന്യാകുമാരി ബോർഡർ കടന്നു. നമ്മള് കന്യാകുമാരി പള്ളിയാണെന്ന് എൻട്രൻസ്. കന്യാകുമാരി പള്ളി ഫുള്ള് തമിഴില് അല്ലാതെ മലയാളത്തിന്റെ ഒരു ഞങ്ങൾ ആദ്യമായിട്ട് വരണേട്ടാ. വേളാങ്കണ്ണി പള്ളി പോലെ അവിടെ കണ്ട. അതാണ് കന്യാകുമാരി പള്ളി. ഇവിടെ ആദിശുകുട്ടൻ ഇവിടെ കിടന്ന് മടിയിൽ കിടന്ന് ഉറങ്ങി. അപ്പൂശുകുട്ടനും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ കന്യാകുമാരിയിലേക്ക് കയറി. 100 രൂപ എൻട്രൻസ് ഫീസ് കന്യാകുമാരിയിലേക്ക് എൻ്റർ ചെയ്യാൻ. വണ്ടി കൊണ്ടിടാന്നുള്ളതൊക്കെ നോക്കേണ്ടി വരും, അവിടെയും കൊടുക്കേണ്ടി വരും പൈസ. പഠിക്കണ പുസ്തകത്തില് വിവേകാനന്ദ പാറയൊന്നും കാണാനില്ല. എന്റെ ഇവിടെ മൊത്തം പാറയും ചുറ്റും കടലും നടുക്ക് വിവേകാനന്ദനാന്ന് വിചാരിച്ചു. ഞാൻ പറയാം ഇവിടെ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് കാം പീസ്ഫുൾ ആയിട്ട് ഇരിക്കണം. ലെഫ്റ്റ് വഴി കാണാനില്ല. ടൂറിസ്റ്റ് വണ്ടികളോടാ ലോഡ് ആൾക്കാരൊന്നും ഉണ്ട്. അങ്ങനെ ഞങ്ങള് ബീച്ച് കാണുന്നു ഗൈസ്. ബീച്ചിലേക്ക് കാണാ തോരാതെ കിടക്കുന്ന കാണുന്നതാണ് ഗൈസ് നമ്മുടെ ബീച്ച്. ആകാശത്തിന് താഴെ നമ്മളിങ്ങനെ അങ്ങോട്ട് സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ കണ്ടാ കന്യാകുമാരി എനിക്ക് കാണുന്ന.
കന്യാകുമാരി എത്തി guys. ഞാനൊക്കെ ഞാൻ കർണാടകയിലായിരുന്ന സമയത്ത് തമിഴ്നാടുന്ന സമയത്ത് എനിക്ക് ബുക്കിലൊക്കെ കന്നഡ പാഠങ്ങളെ പഠിക്കാനുണ്ടായിരുന്നു കന്യാകുമാരി. ഞാൻ ആ ബുക്കിലാണ് ആ ഒരു ടെമ്പിള് കണ്ട. അവിടെ ഏതൊരു രാജാവ് അവിടെ വന്ന് പ്രാർത്ഥിക്കായിരുന്നുണ്ട്. അന്നാണ് ഈ വിവാഹാന്ത പാഠങ്ങളെ കുറിച്ച് നേരിട്ട് കാണാണ്. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ബുക്കിലുള്ളതാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. നമ്മള് കന്യാകുമാരി എന്ന് പറഞ്ഞപ്പോ അങ്ങനത്തെ പാറ മാത്രം അറിയുള്ളൂ. പിന്നെ സാഗരൻ സാക്ഷി സിനിമയിലൊക്കെ ടിവിയിൽ കാണുമ്പോ അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ അങ്ങനെ കൂട്ടാ ഞാൻ ആ പൊടി വെച്ചു. അത് വിവേകാനന്ദനാണോ അത് ഹനുമാനല്ലേ? ഹനുമാന് അതെ അതെ എന്നിട്ടോ വിവേകാനന്ദനാന്ന് അത് ഏതെങ്കിലും ഒരു സ്വാമിക്ക് വേറെ ആളൊരു സോഷ്യൽ ഫോമറാണ്. എല്ലാം തെറ്റിച്ച് പറയല്ലേ, എല്ലാം ശരിയാന്ന് വിചാരിക്കല്ലേ. അവിടെ യു ടവർന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. യു ടവർന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു അച്ചപ്പം പോലത്തെ ഒരു വലിയ സംഭവം ഉണ്ട്. അതിന്റെ മുകളിൽ പോണം പറ്റാണെങ്കിൽ. ഇഷ്ടായി മറിച്ച് സ്വാമിമാര് ഒന്നുമില്ലല്ലോ വണ്ടി കഴിച്ച് ഞങ്ങള് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി. ഉള്ളിലേക്ക് കയറ്റി പണി കിട്ടിയാലേ ചെറുതായിട്ട് പോലീസുകാർ അവിടെ ലോക്ക് ചെയ്ത് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ക്ലോസ് ചെയ്തു. പിന്നെ അവരത് പിന്നെ ഇവിടുന്ന് പോണ വണ്ടികൾക്ക് അവിടെ ഇറക്കാൻ പറ്റാണ്ടായി. എന്തോ ഒരു സംഭവത്തിന് വേണ്ടി ഏതൊരു രാജാവ് വരാൻ വൈകി. ആ സമയത്ത് അന്വേഷിച്ച് പിടിച്ചപ്പോ ആ രാജാവ് എത്ര ഈ കടലുകളൊക്കെ താണ്ടി ആ അമ്പലത്തിനുള്ളിൽ പോയി ധ്യാനിക്കായിരുന്നു. രാജാവായിരുന്നു. ഏതാണ് ആ രാജാവ്? മറന്നു. എനിക്ക് ഡയറക്റ്റ്ലി പിടിച്ചിട്ടുള്ളതാണ്. പണ്ട് വീട്ടിലുണ്ടായിരുന്നത് ഞങ്ങളുടെ പള്ളിയിലൊക്കെ പണ്ട് വീടുകളിലൊക്കെ കട്ടന്റെ പോലെ ഇതായിരിക്കും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഇത് കോളത്തൊക്കെ കണ്ടക്കണേ ചെറുത് തൊട്ടുള്ളതുണ്ട്. ഞാൻ ചെയ്യണട്ടാ അതിന്റെ പറഞ്ഞത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. അങ്ങോട്ടേക്ക് എത്തണം. മണ്ഡപം എന്നാണ് ലാസ്റ്റ്. അതായത് നിനക്ക് എന്തറിയണ്? ഏത് കായല്ല താന്നാണത്. മാത്രം എനിക്കറിയാം. കാരണം ഞാൻ ഏതൊരു സിനിമ കണ്ട സമയത്ത് അപ്പ മാവീരന്ന് തമിഴില് ബീച്ച് എനിക്കറിയാം. അത് കാരണം അപ്പ പറഞ്ഞ മണ്ഡപം ശരിയായിരിക്കും. ഗാന്ധിജിന്നാണ് അത്. Come on.
അഞ്ചിട്ട് വേണ്ടേ? ദിസ് സ്റ്റക്കായി ഇവിടെ. അഞ്ചിട്ട് വേണ്ടേ? ട്രൗസർ വേണമെന്നുണ്ട്. 500 അടി. പൊളിയില്ലേ? അടിപൊളി. കടലിന്റെ കളർ നോക്കിയേ, പച്ച. എല്ലാവരും ഇവിടെ നാട്ടന്ന് ഫോട്ടോ എടുക്കാത്ത അല്ലേ? എങ്ങനെയുണ്ട് പൊന്നോ? പൊന്നോ എങ്ങനെയുണ്ട്? വഴുക്കൂട്ടാ ചിലപ്പോ, നോക്കിയോളോ. നനയും. പിടിച്ചെന്നാളോട്ടാ, എവിടെ പിടിക്കാനല്ലേ? കന്യാകുമാരിയിൽ നിന്നും വിവേകാനന്ദനൊപ്പം അപ്പൂസും റിച്ചൂസും ആദിസും പിന്നെ പൊന്നൂസും. ആദിക്ക് വെള്ളത്തിനങ്ങട് ബീച്ച് പോലെ കളിക്കാൻ ആള് വിചാരിക്കുന്ന അങ്ങനെ പറ്റില്ലല്ലോ. ഞങ്ങക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ അറിയണ്ടായില്ല കേട്ടാ. അല്ലെങ്കിൽ ഞങ്ങള് 3-4 കിട്ടിയുടെ വരുള്ളായിരുന്നു എല്ലാരും. ഇവിടെ രാവിലെ നേരത്തെ പുലർച്ചയ്ക്ക് വരണമെങ്കിൽ ഉദയം കാണാൻ പറ്റും. അസ്തമയം എല്ലാ ബീച്ചുകളിലൊക്കെ കാണാനല്ലേ പറയാം, പക്ഷെ ഉദയം ഇവിടെ മാത്രമേ കാണുള്ളൂ അല്ലേ? മാത്രല്ല അതെ, ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ഇവിടെ മാത്രമേ കാണുള്ളൂ.
നമുക്ക് നേരത്തെ വരാൻ പറ്റാത്തതുകൊണ്ട് അത് നടന്നില്ല. അടുത്ത ഓട്ടം തുടങ്ങി. ചെന്നൈയിലും ശ്രീലങ്കയിലും ഇവിടെ കാണാൻ പറ്റുന്ന ചേട്ടൻ പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ? മലയാളിയാ? ചേട്ടൻ ഫോട്ടോഗ്രാഫർ ഫോട്ടോ. നല്ല രസം കിട്ടും അവിടെ അല്ലേ? മറ്റുള്ള ബീച്ചുകളിലത്തെ പോലെയല്ല, ഒരു വേറെ വൈബാണ്. പോവാം, നമുക്കത് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അവിടെ ആൾക്കാർ നിൽക്കണ്ട കല്ലിൻ്റെ മുകളിൽ. അവിടെ അങ്ങോട്ട് തന്നെ പോകണം നമ്മളിപ്പോൾ. അങ്ങോട്ടൊന്ന് ആദിപരശക്തി മായമ്മ ടെമ്പിൾ കന്യാകുമാരി. ടെമ്പിൾ വെച്ചിട്ട് ഇവിടുത്തെ വലിയ ഷൈസ് വെച്ച് പേരൊക്കെ എഴുതി കൊത്തിയിട്ട് ഫ്ലവേഴ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. കൊത്തുക പേര് കൊത്തി വെച്ച് ചേട്ടനെ കൊപ്പനാൾ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ വർക്ക് കഴിഞ്ഞ വർക്കുകൾ ഇതെങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ ഒരെണ്ണം എടുത്താലോ എന്നൊക്കെ തോന്നുന്നു. ഇപ്പൊ കൊറേ കാലമായിട്ട് എവിടെ കാണാത്ത നമ്മുടെ പണ്ടത്തെ തത്തമ്മ ചീട്ടെടുത്തിട്ട് കൈ നോക്കി പറയണ സംഭവം കണ്ടത്. ഇതൊന്നും ഇപ്പൊ നീയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. പഴയ സിനിമകളിൽ മഴവിൽ കവടിയിലൊക്കെ ഇല്ലേ, പട്ടണ പ്രവേശം അങ്ങനത്തെ അടിപൊളിയിലെ പേരെന്നെ അരസ് ന്യൂ സബ്സ്ക്രൈബർ താടിയും പൊട്ടും. താങ്ക് യു. അതാണ് ഇവിടെ അധികം ആൾക്കാരില്ലാത്ത. എല്ലാവരും ഇവിടെ വരി നിൽക്കാൻ വന്നേക്ക്. അന്യായം വരി കൈ. അങ്ങനെ ഞങ്ങളൊരു സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് പോകാന്ന് വെച്ചു. നോർമൽ ടിക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ പോവും. അതെ, സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് പോകാനിരിക്കും നല്ലത്. നോർമൽ ടിക്കറ്റിന് 75 റുപ്പീസ്, സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപ. ഇതുണ്ട്. നമ്മള് സ്പെഷ്യൽ ടിക്കറ്റ് നമ്മള് മാത്രം സ്പെഷ്യൽ ടിക്കറ്റ് മേടിച്ചിട്ട് പോവാം. അതെ, ഇവിടെ നോക്കിയാൽ കഴിച്ചു ഇത്രയും തന്നെ കേട്ടോ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ നിൽക്കണ പോലെ ഉണ്ട്. നട തുറക്കാൻ വേണ്ടി വെയിറ്റില്ല. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസമൊക്കെ ഒരു പരിവാവും. ഹിന്ദിക്കാരന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കഴിച്ചു. ഞങ്ങള് ഗൂഗിൾ പേ ചെയ്തു. വേറെ ATM ഒക്കെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ പൈസ ആവും. ഇതുണ്ട്, അത് കാരണം നമുക്ക് പിന്നീട് കയറാനുള്ള ഒരു ചാൻസ് വന്നു. താങ്ക് യു സോ മച്ച്. ചാനൽ കാര്യം കൂട്ടും. ഹലോ, അപ്പൊ ഞങ്ങള് ക്യൂലാണ്. അവിടെ ഒരു വെള്ളം കാണിച്ചത് ഞാൻ പൊക്കലെ ഇടക്കിലേക്ക് ഉണ്ട്. അതിൽ കയറ്റി വിടാനാണ് അതിലല്ല, അത് ട്രെയിനാ. സംശയം. അതിൽ കയറ്റി വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞ് പൊക്കണം. ഗൈസ്, ഞങ്ങളിതാ നടന്ന് ബോട്ടിനോടൊക്കെ എത്തി. വെയില് കൊണ്ട് പട്ടിയായി. എളുപ്പല്ല. മറ്റവരൊക്കെ എന്ന് വരാനാണോ? അയ്യോ എന്റെ മോനെ, ഇവരെയൊക്കെ ഫസ്റ്റ് വിടണേ. എന്താ വഴി മാറിപ്പോയി, വേറെ ബോട്ടില്ല. ടാറ്റ. ഗൈസ്,
ഇതിനുള്ളിൽ കയറി അടിച്ചുകൂട്ടൻ ആൾക്കാർ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ബോട്ട് ചെട്ടി പറയാനെന്താ പോലെ അതില് പോണേ. അയ്യോ സാധനം കിട്ടുന്നുണ്ട് മറ്റേ സ്വിഫ്റ്റ് ഒരു കൈയുണ്ടോ ആൾക്കാര് ഓടി രക്ഷപ്പെടാൻ തോന്നുന്നു. ഞങ്ങളെ ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇവിടെയും ടിക്കറ്റ് എടുക്കണം. 30 രൂപയുടെ ടിക്കറ്റ് എൻട്രൻസ് അതെടുത്തിട്ടുണ്ട്. പിന്നെ എൻട്രൻസിൽ കിടക്കുന്നുണ്ട് ഞങ്ങള്. സമയം എടുക്കണ്ടോ ഒന്നും ഇവിടെ ടിക്കറ്റ് ഇവിടെ കൊടുത്തതാ അവിടെ കൊടുത്തതാ. വിവേകാനന്ദനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, അതുകൊണ്ടൊന്നും പറയണില്ല. വിവേകോദയ സ്കൂളിന്റെ ഒരു ചിഹ്നമായിരുന്നു വിവേകാനന്ദ. ഇത് ഏറ്റവും ആവശ്യമുള്ള സംഭവം. നല്ല ചെരുപ്പ് മേടിക്കണ്ടായിരുന്നു. ഇവിടെ അമ്പലമായ കാരണമാണെന്നുണ്ട്, ആളുടെ അമ്പലമായ കാരണമാണെന്നുണ്ട് ഇവിടെ ചെരുപ്പ് മേടിച്ചു. ചെരുപ്പ് മേടിച്ച ആദ്യം പാറ ചുട്ടുപഴുത്ത് ഉണ്ട പരിപാടി ഇങ്ങനെ പാറ തണലത്ത് ചെറിയൊരു തണലുള്ളത് കുഴപ്പമില്ല. വിവേകാനന്ദന്റെ പാദം അടിപൊളിട്ടാ, ഫുള്ള് കല്ല. നല്ല കട്ടക്ക് വെയിലുണ്ട്. ഇങ്ങനെ പോവും ബോട്ടുകൾ. സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് കളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോ അപ്പുറത്തോടെ ചാടി പോവാന്ന് പറഞ്ഞു. പക്ഷെ ചാടി പോയി കഴിഞ്ഞാ അവിടെ കയറൊക്കെ കെട്ടിണ്ട്. അപ്പനോടെ പിടിച്ച് കെട്ടിയിടാവോ. ഞാൻ എന്താ ഇതിലേക്ക് കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ഇതിലൂടെ ഇറങ്ങി എൻട്രി വഴി കയറി. അപ്പൊ എളുപ്പ വഴി കയറിയിട്ട് ഇവിടെ ചാടി പോവാന്ന് പറഞ്ഞിട്ട് പോയതാ. അപ്പൊ ഞാൻ എന്താ ഇതിലൂടെ നടന്ന് ഇവിടെ ഉണ്ടാ അടിപൊളിയുണ്ട് കേട്ടോ സ്ഥലം. പക്ഷെ ഈ വെയിലുള്ള സമയത്ത് വരാതിരിക്കുന്ന ഭേദം. വെയിലുള്ള സമയത്ത് വന്നു കഴിഞ്ഞാല് കട്ട വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയില്. ഒരു മോർണിംഗ് വെയിലൊക്കെ ആവണേക്കാളും മുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റായിട്ട് അടിപൊളി വൈബിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് പോവാം. ഇതിപ്പോൾ നടക്കാൻ പറ്റണില്ലേ, നല്ല ചുട്ട് പഴുത്തിട്ടേ പാറ നല്ല ചുട്ട് പഴുത്തിട്ട് ഇരിക്കണേ. നടക്കുമ്പോൾ ഇങ്ങനെ വേനിക്ക് ഇതാവാ. പൊന്നു അത് ഇവിടെയാണ് ഇരിക്കണ കേട്ടാ, കേട്ടാ ഈ സൈഡിലിരിക്കണ പൊന്നു. ഇതിൽ കൂടെ ഞാൻ ഇതിനുള്ളിലേക്ക് കയറി ആ ഫുട്ടേജ് കണ്ടില്ല. അവിടെ എടുക്കാൻ പാടില്ല കേട്ടാ, വീഡിയോ എടുക്കാൻ പാടില്ല. ഞാനപ്പോൾ ഇനിയിപ്പോൾ ഇതിനെന്നെ തെറി പറയരുത്, നിങ്ങൾ കാണാത്ത ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ എന്താ സംഭവം എന്നുള്ളത് ഒന്നുമില്ല. വിവേകാനന്ദൻ്റെ ഇത് അവിടെ ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എടുക്കണമൊക്കെ ഉണ്ട്. എടുക്കുമ്പോൾ അവർ ഇന്നൊക്കെ വന്നിട്ട് ചീത്ത പറയും. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണമൊന്നുമില്ല. വീഡിയോ എടുത്തിട്ട് കയ്യില് പൈസയിലെ ഫൈനൊക്കെ വന്നിട്ട് ഞായിരിക്കുന്നു.
കരിഞ്ഞു പോയി ഗൈസ്, കരിഞ്ഞു അല്ലേ? അല്ല കരിഞ്ഞു പോയി, വെയില് കൊണ്ട് കരിഞ്ഞു പോയി. അതെ, ഒരു സോഡ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം അവിടെ കൂട്ടിയിട്ടുണ്ട്. അമ്മേ. അപ്പൊ ഗൈസ് ഞങ്ങളിതാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. കാരണം ഇവിടെ വേറെ കുടിക്കാനൊന്നും വെള്ളം സീനാണ്. ഇവിടെ ഉള്ളത് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്, പക്ഷെ ഒരു എയിമില്ല കുടിക്കുമ്പോൾ. അപ്പം അത് കാരണം കുറേ നേരമായി ഇപ്പോൾ ഇവിടെ ഇരിക്കണം. ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചാ ബോട്ടിൽ തന്നെ കയറി ഞങ്ങൾ തന്നെ പോകണം. എന്നാലും അവിടെ നിന്ന് പോയി കുടിക്കാനുള്ള വെള്ളം സെറ്റപ്പ് ആയിട്ടുള്ള രണ്ടോടം കുടിച്ചു. അപ്പോൾ അത് ആദ്യം സെറ്റാണ്. അപ്പോൾ ഇനി പൊന്നത് അങ്ങോട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയേക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പൊന്നത് വരുന്നതാണ്. ഈ പൊന്ന വരുന്നൊക്കെ വയ്യാണ്ട്. പൊന്നോ അപ്പൊ ഗൈസ് പൊന്നൊരു ഉറക്കൊക്കെ ഉറങ്ങി നൈസായിട്ട്. ഞാനിവിടെ ആദ്യം പറഞ്ഞു റിലാക്സ് ആയിട്ട് എനിക്ക് സുഖം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്യാസത്തിന് പോകണം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പുന്റെ അപ്പുന് ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ ആദ്യം അപ്പുനെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ വഴി സമാധാനം തരില്ല. അതായത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പീസ്ഫുൾ ആയിട്ട് കെടുക്കുക. പിന്നെ ഒരു കാര്യം ഗൈസ്, ഈ പറഞ്ഞ ഈ പ്രതിമ ഉണ്ടല്ലോ, ഈ പ്രതിമ വിവേകാനന്ദനല്ല, തിരുവള്ളുവർ എന്ന് പറഞ്ഞ ഒരു പോയറ്റാണ്. ഓക്കെ, അത് തമിഴ് പോയറ്റ്. ആദ്യം അപ്പൂസിന് വിലയില്ല, അപ്പിയുടെ വിലയില്ല, അപ്പു പറഞ്ഞ വാക്കിന് വിലയില്ല. രണ്ടാളും കൂടി എന്നെ വിവേകാനന്ദ പാറാന്ന് പറഞ്ഞ വിവേകാനന്ദൻ അല്ലാണ്ട് പിന്നെ വേറെ ആരെയും വെക്കാന്ന് വെച്ചിട്ട് അപ്പുവിനെ കളിയാക്കി ഇല്ലാണ്ടാക്കി. ഇയാള് അപ്പുറത്ത് കൊടുത്തുന്ന 2 രൂപ ഉണ്ട് വിചാരിച്ചു അതാണ് ആ പാറ. അപ്പൊ നീ ആ പാറയുടെ മുകളിൽ പോയിരുന്നിട്ട് നീ ഇതേപോലെ സ്റ്റാറ്റു അവിടെ. അപ്പൊ ഇതേപോലെ അമ്പലം കേട്ടാ താജ്മഹൽ അമ്പലം കേട്ടാ. പിന്നെ അപ്പൊ ഗൈസ് ഞങ്ങൾ അടിയിലേക്ക് ഇനി ഞങ്ങൾ അങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് പേര് അസ്തമയം ഇവരെല്ലാവരും ഉണ്ണിക്കുള്ള വെള്ളത്തിൽ നിന്ന് ഞങ്ങള് അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എന്തായാലും മേടിച്ചു വന്നെ. അതെ, അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് തിരിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് ഒരു ഒരു മൗണ്ടൻ ഡ്യൂ മേടിച്ച് പൊന്നു ഒരു സാറവത്ത് കുടിച്ചു. അതേ വേറെ സന്തോഷം. ഞങ്ങൾ അവിടെ നടന്നു വരുമ്പോ കന്യാകുമാരിയില് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഓടി വന്നു. മീനു നമ്മളെ അവിടെ ചെന്നപ്പോ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഓടി വന്നു അടുത്തേക്ക്. അപ്പൊ നമ്മള് ഫോട്ടോ എടുത്തു. വളരെ സന്തോഷമായി. മീനു ഇതിൽ കൂടെ നമ്മളെ സന്തോഷം അറിയിക്കുന്നു. എവിടെ പോയാലും നമ്മളെ അടുത്തേക്ക് കുറെ പേര് വരുമ്പോ ഭയങ്കര ഞങ്ങൾ കന്യാകുമാരിയിലൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. കൂടുതൽ തമിഴന്മാര് അങ്ങനെയൊക്കെ വിചാരിച്ചു അവിടെ ഓടി വന്ന് ഭയങ്കര സന്തോഷം. ഇവിടെ ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ കൊറേ ആൾക്കാരായില്ലേ പിന്നെ വെയിലൊന്നും ഉണ്ടാവില്ല. ഈ സമയം നല്ലത്. എന്ത് രസം. ആദ്യം ഇറങ്ങി. ആദ്യം എന്റെ കയ്യിൽ തന്നെ ഇരുന്നോ. ഉറങ്ങുന്നല്ല അവര് പറയുന്നതെല്ലാം കേൾക്കാതെ പറഞ്ഞിരുന്നു. എനിക്ക് ജസ്റ്റ് അവിടെ കാറ്റ് എടുക്കണം എന്നൊരു ആഗ്രഹം.
ഉറങ്ങി അല്ലേ? ഉന്നത് അതിന് മുകളിൽ കയറിയിരുന്നു ഇരിപ്പായി. നോക്കിയ ആൾക്കാർ ഗൈസ് കാണാൻ വേണ്ടി ഇത്രയും ആൾക്കാർ നിൽക്കണം. അവിടെ മറ്റേ വ്യൂ ടവറിന്റെ മുകളിലൂടെ ആൾക്കാരുണ്ട്. അനാ പോയി. സൂര്യൻ പോയിട്ട് ഇപ്പൊ സഞ്ജു ബാബന്റെ അവിടെ പോയി. എന്ത് പ്രതിഭാസാല നടക്കണ നമ്മളെല്ലാം അറിയുന്നുണ്ടാവും. എത്ര വട്ടം ഇതേപോലെ ഭൂമി തിരിഞ്ഞു കാണും. എത്ര രാവുകൾ, എത്ര പകലുകൾ, എത്ര ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്. മനുഷ്യനിലുണ്ടായ മാറ്റങ്ങൾ, മൃഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, കാലത്തിലും കാറ്റിലും മണ്ണിലും ഭൂമിയിലും കല്ലിലും പുഴുവിലും ജീവജാലങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ, വെള്ളത്തിലും അതിലെ മാലിന്യങ്ങൾക്കും ഉണ്ടായ മാറ്റങ്ങൾ, ഈ ലോകത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? തമിഴ്മാര് വെള്ളത്തിൽ മുക്കി അങ്ങോട്ട് പോയി. നിങ്ങൾ അറിയുന്നുണ്ടോ ഞങ്ങളോട്? ഞാൻ പഠിച്ചല്ല ഉണ്ടാക്കിയതാ കഴിവ്. പക്ഷെ സ്റ്റേജിൽ പറയാൻ പറ്റില്ല, മുട്ട് പറയും. അപ്പോഴും മുട്ട് പറഞ്ഞു. അപ്പൊ അടിപൊളിയല്ലേ? ഐസായി ഞാൻ പ്രതീക്ഷ സംഭവിച്ച ഞാൻ ഒന്നില്ലെങ്കിൽ ആൾക്കാർ കൂവും അല്ലെങ്കിൽ കയ്യടിക്കാൻ എന്തെങ്കിലും ഉണ്ടാണ്. വെണ്ണില ചന്ദനക്കിണ്ണം, ചന്ദനക്കിണ്ണം, വെണ്ണില സൂര്യന്റെ കിണ്ണം, ഉടയ ജീവ വീണു കുളിച്ചു. അത് കറക്റ്റാ അല്ലേ? അവിടെ സമാനം തരില്ലേ, എവിടെയും സമാനം തരില്ലേ, എവിടെയും ടോയ്ലറ്റിൽ കഴിയുമ്പോൾ സമാനം തരില്ലേ. പൊന്നും മുട്ടിട്ട് പറയും അപ്പൊ ചുക്കാപ്പിടിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ വാ, ആവി പിടിക്കാൻ വാ എന്നൊക്കെ പറയണേനാണ് ഇങ്ങനെ പറയണത്. അപ്പേ കുറച്ച് ഉറങ്ങിപ്പോ ആദ്യമാകുമ്പോ എനിക്ക് ലൈറ്റ് ഇട്ട് വൈകുന്നേരം പാതിരാത്രി 1 മണിക്ക് വിച്ച് ചെന്നിട്ട് വെച്ചിട്ട് നാടലോടെ കുടിച്ചു പിഴിഞ്ഞു കൊടുത്തിരിക്കും. നമ്മള് കയറിയില്ലേ, നമുക്ക് ഇവന് ഉയരം വന്നപ്പോ ആൾക്ക് നമ്മള് ചുക്കാപ്പി കുടിക്കാൻ ഉറക്കത്തിന് വിളിക്കുന്നത് ഇഷ്ടമില്ലേ, ആവി പിടിക്കാൻ പറയുന്നത് ഇഷ്ടമില്ല. ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്റെ നിവ്യത അപ്പി അത് കോരെ ആൾക്കാർ നിവ്യത നീ അപ്പിട്ടത്. ഇതിന്റെ മുഴുവൻ കഥ ഞങ്ങള് വേറെ എപ്പിസോഡിൽ പറഞ്ഞുതരാം ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ക്യാമറ തിരിക്കാം. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ്? പറയ്, എങ്ങനെയുണ്ട്? അല്ല, നിന്നോടല്ല, ഗൈസിന്റെ അടുത്ത് പറഞ്ഞ. അപ്പോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ.
ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്, ചർച്ച്, കന്യാകുമാരി ഞങ്ങൾ കാണിച്ചു തന്നില്ലേ, ആ ചർച്ചിൽ കയറണം എന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആ വഴിക്ക് ഞങ്ങൾ കയറും. അപ്പോൾ അതും കൂടി ഞങ്ങൾ ഇതിൽ ചെറുതായിട്ട് കാണിക്കാം. അതോടുകൂടി നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കും. അപ്പോൾ അപ്പോൾ വൈകിട്ടപ്പോൾ ഞങ്ങൾ ഇതിൽ അവസാനിപ്പിക്കുകയാണ്. ഈ അസ്തമയ കന്യാകുമാരിയുടെ ഈ അസ്തമയ വേളയിൽ ഞങ്ങൾ വൈൻഡപ്പിയാണ്. ഇതിൽ ഞങ്ങൾ ഇനി പോകുമ്പോൾ കന്യാകുമാരി വരെ വന്ന് അവിടെ ഇവിടെ തന്നെ പള്ളിയുണ്ട്, അതിൽ കൂടി കയറും. അത് ഇതിൽ ആഡ് ചെയ്യും ഞങ്ങള്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫുൾ ഓൺ പവർ ആയിട്ട് നമ്മൾ വീണ്ടും എത്തും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, താടിയും പൊട്ടും ഒഫീഷ്യൽ. ഇതേപോലത്തെ നല്ല നല്ല കിടുക്കാച്ചി വീഡിയോകളായിട്ട് ഇനി ഞങ്ങൾ വരും. ജോയിൻ വാട്സ്ആപ്പ് ചാനൽ, ലിങ്ക് കമ്മ്യൂണിറ്റിയിലുണ്ട്, താടിയും പൊട്ടും. അപ്പൊ നമ്മള് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുവരേക്കും കമ്മിങ് വിത്ത് ന്യൂ വീഡിയോ. ഇതാരത്? ഇതാരത്? ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ വരും, യൂട്യൂബ് ചാനലിൽ വരും. തലാട്ടുന്നു. അച്ഛനാ മാറുന്നോട്ടാ. അടിച്ചിന് കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. ചാടി കുതിരപ്പുഴത്ത് കഴുത പോകും. സെറ്റായില്ലേ ഓനോ? ഞാനിപ്പോ ചാർജ് കഴിയും. ഇങ്ങോട്ട് വാ, അവിടെ വണ്ടി നമ്മടാ, ഇങ്ങോട്ട് വാ. അപ്പൊ അടിപൊളി അല്ലേ ഒന്നോ? അപ്പൊ അതും കൂടി സംഭവിച്ചു ഒന്നിന്. ഗൈസ് നമ്മള് ആ കുത്തമ്പള്ളിയുടെ ചെറിയ വെർഷൻ. അതെ.